മനുഷ്യ ശരീരത്തിൽ ഓരോ വർഷത്തിലും 6 ഇഞ്ച് വരെ നീളം വയ്ക്കുന്ന ശരീരഭാഗം ഏത്? ഹൃദയം, കരൾ, മുടി, വിരൽ. ഓരോ വർഷത്തിലും 6 ഇഞ്ച് വരെ നീളം വയ്ക്കുന്ന ശരീരഭാഗമാണ് മുടി. കൈകോർത്തുകൊണ്ട് ഉറങ്ങുന്ന ജീവി ഏത്? പെൻഗ്വിൻ, കോല, ചെന്നായ, ഒട്ടർ. കൈകോർത്തുകൊണ്ട് ഉറങ്ങുന്ന ജീവി ഏത്? ഒട്ടറാണ് ശരിയായ ഉത്തരം. തല കുളിച്ചില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യതയുള്ള ശരീരഭാഗം? നഖത്തിൽ, പാദത്തിൽ, ചെവിക്ക് പിന്നിൽ, പൊക്കിളിൽ. തല കുളിച്ചില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗമാണ് ചെവിക്ക് പുറക്. എത്ര ദിവസം കൂടുമ്പോഴാണ് പഴയ കോശങ്ങൾ ഇല്ലാതാകുന്നത്? 27, 17, 7, 23. പഴയ കോശങ്ങൾ ഇല്ലാതാകുന്നത് 27 ദിവസം കൂടുമ്പോഴാണ്. പഞ്ചസാര നിർമ്മിച്ച ആദ്യ രാജ്യം ഏത്? അമേരിക്ക, ഇന്ത്യ, നേപ്പാൾ, ചൈന. ഏത് രാജ്യക്കാരാണ് ആദ്യമായി പഞ്ചസാര നിർമ്മിച്ചത്? ഇന്ത്യക്കാരായിരുന്നു. നഖം കൂടുതൽ വളരുന്ന സമയം ഏത്? മഞ്ഞുകാലത്ത്, വസന്തകാലത്ത്, വേനൽക്കാലത്ത്, മഴക്കാലത്ത്. മനുഷ്യൻ്റെ നഖം കൂടുതൽ വളരുന്നത് വേനൽക്കാലത്താണ്. നമ്മുടെ ശരീരഭാഗത്തിൻ്റെ 2 കിലോയിലധികം വരുന്നത് ഏത്? ബാക്ടീരിയ, രക്തം, ഞരമ്പ്, ഇവയെല്ലാം. 2 കിലോയിലധികം വരുന്നത് ബാക്ടീരിയയാണ്. ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ചെവിയുടെ നിറം എങ്ങനെയാണ്? പച്ച, വെള്ള, മഞ്ഞ, ചുവപ്പ്. ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ചെവിയുടെ നിറം പച്ചയാകും. ജനന സമയത്ത് ഒരു കുഞ്ഞിന് എത്ര നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയും? 1 നിറം, 14, 2 നിറങ്ങൾ, 12 നിറങ്ങൾ. ജനന സമയത്ത് ഒരു കുഞ്ഞിന് 2 നിറങ്ങൾ തിരിച്ചറിയാനാകും. അറുത്തു മുറിച്ചാലും വേദനിക്കാത്ത അവയവം ഏത്? ഹൃദയം, തലച്ചോറ്, മൂത്രസഞ്ചി, ഗർഭാശയം. മനുഷ്യനിൽ അറുത്തു മുറിച്ചാലും വേദനിക്കാത്ത അവയവമാണ് തലച്ചോർ. ഏറ്റവും കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ള ഭാഗം ഏത്? കഴുത്ത്, കഷം, മൂക്ക്, കാൽപാദം. മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ളത് കാൽപാദത്തിലാണ്. അമിതവണ്ണം ഉണ്ടായാൽ ജലം ശേഖരിക്കുന്ന ശരീരഭാഗം ഏത്? കണ്ണിന് താഴെ, മൂക്കിൻ്റെ അറ്റം, വിരലുകളിൽ, നാവിൻ്റെ അറ്റം. കണ്ണിന് താഴെയായിരിക്കും. വൻകുടലിലെ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ഏത്? ലേസ്, മയോണൈസ്, സോസ്, സോയാബീൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൻകുടലിലെ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണമാണ് മയോണൈസ്. കറുത്ത നിറമുള്ള ചോളം കാണപ്പെടുന്നത് എവിടെയാണ്? പോളണ്ടിൽ, നോർവേ, പെറു, ഇറ്റലി. കറുത്ത നിറത്തിലുള്ള ചോളം കാണപ്പെടുന്നത് പെറുവിലാണ്. ഏറ്റവും ആകർഷകം തോന്നുന്ന വസ്ത്രത്തിൻ്റെ നിറം ഏത്? പച്ച, ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്. ഏറ്റവും ആകർഷണം തോന്നുന്ന വസ്ത്രനിറം കറുപ്പാണ്. മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കുന്ന ഭക്ഷണം ഏത്? ജീരകം, കറുവയില, മുട്ടയുടെ വെള്ള, തക്കാളി. മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കുന്ന ഭക്ഷണമാണ് മുട്ടയുടെ വെള്ള. ഉമിനീരിലൂടെ ഗർഭം കണ്ടെത്തുന്ന കിറ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം? സ്വീഡൻ, ജർമ്മനി, ഇസ്രായേൽ, അമേരിക്ക. അമേരിക്കയാണ് ശരിയായ ഉത്തരം. മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത്? മൈദ, അരി, ഗോതമ്പ്, ചോളം. മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത്? മൈദ ഒഴിവാക്കുന്നത് നല്ലതാണ്. നഖം കടിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത്? ക്യാൻസർ, ചൊറി, വെള്ളപ്പാണ്ട്,
അണുബാധ. നഖം കടിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗമാണ് അണുബാധ. പുതിന ഇലയുടെ മണം മൂലം വരാതിരിക്കുന്ന ജീവി ഏത്? എലി, ഉറുമ്പ്, പാമ്പ്, തേൾ. വീടുകളിൽ ഉറുമ്പ് വരാതിരിക്കാൻ പുതിന ഇല ഉപയോഗിച്ചാൽ മതി. അമേരിക്കയിൽ നിരോധിച്ചതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ ഒരു വസ്തുവേത്? നെയ്യ്, ഉപ്പ്, കായം, പുളി. അമേരിക്കയിൽ നിരോധിച്ച വസ്തുവാണ് നെയ്യ്. കരൾ കൊഴുപ്പാക്കി മാറ്റുന്ന ഭക്ഷണം ഏത്? മാഗി, ഉപ്പ്, പഞ്ചസാര, ഉഴുന്നുപരിപ്പ്. അമിതമായി കഴിച്ചാൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഭക്ഷണമാണ് പഞ്ചസാര. ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ എത്ര വിരലുകൾ കാണപ്പെടുന്നു? 2 വിരലുകൾ, 3 വിരലുകൾ, 5 വിരലുകൾ, 8 വിരലുകൾ. ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ 2 വിരലുകളാണ് ഉള്ളത്. മരുന്നുകൾ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത ഭാഗം ഏത്? വരാന്ത, ബാത്റൂം, ബെഡ്റൂം, അടുക്കള. ഹൈന്ദവ നിയമപ്രകാരം മരുന്നുകൾ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത ഭാഗമാണ് അടുക്കള. തവിടുള്ള അരി കഴിച്ചാൽ വരാൻ സാധ്യതയില്ലാത്ത രോഗം? തിമിരം, ക്യാൻസർ, ചൊറി, മൈഗ്രെയിൻ. തവിടുള്ള അരി കഴിച്ചാൽ ക്യാൻസർ സാധ്യത കുറയുന്നു. ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്കു വേണ്ട ധാതു ഏത്? കോശം, ജീവകം, ഇരുമ്പ്, കാൽസ്യം. ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്കു വേണ്ട ധാതുവാണ് ഇരുമ്പ്. സസ്തനികളുടെ കഴുത്തിലെ അസ്ഥികൾ എത്ര? 7, 5, 4, 3. സസ്തനികളുടെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7 ആണ്. ആട്ടോപ്സി എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ശസ്ത്രക്രിയ, പോസ്റ്റ്മോർട്ടം, അബോധാവസ്ഥ, മരണം. ആട്ടോപ്സി എന്ന പദം സൂചിപ്പിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തെയാണ്. തേനറയുടെ ആകൃതി എന്ത്? ക്രമ ഷഡ്ഭുജ സ്തംഭം, സമചതുരം, വൃത്തം, ഷഡ്ഭുജം. തേനറയുടെ ആകൃതി എന്ന് പറയുന്നത് ക്രമ ഷഡ്ഭുജ സ്തംഭം പോലെയാണ്. ഭാസ്കരാചാര്യരുടെ പ്രസിദ്ധമായ കൃതി ഏത്? ശകുന്തള, കണ്ണകി, ലീലാവതി, സതീദേവി. ഭാസ്കരാചാര്യരുടെ പ്രസിദ്ധമായ കൃതിയാണ് ലീലാവതി. ശരീരത്തിനെ തണുപ്പിക്കാൻ പറ്റിയ പാനീയം ഏത്? പുതിനവെള്ളം, ഉലുവവെള്ളം, നാരങ്ങാവെള്ളം, ജീരകവെള്ളം. മനുഷ്യ ശരീരത്തിനെ തണുപ്പിക്കാൻ ഉത്തമമായത് പുതിനവെള്ളമാണ്. പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? ക്യാബേജ്, ക്യാരറ്റ്, പയർ, വഴുതന. പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏത്? വഴുതനയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? കപൂർത്തല, പാട്യാല, ലുധിയാന, ജലന്ധർ. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ്. നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ഭഗ്ര, ഗിഡ, ഗാഡ്ക, ലോഹ്രി. നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭഗ്ര. ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്, ഹരിയാന, സിക്കിം, ആസാം. ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. സിക്കിമിൻ്റെ സംസ്ഥാന പുഷ്പമേത്? ലില്ലി, റോസ്, നോബിൾ ഓർക്കിഡ്, സൂര്യകാന്തി. സിക്കിമിൻ്റെ സംസ്ഥാന പുഷ്പമേത്? നോബിൾ ഓർക്കിഡാണ് ശരിയായ ഉത്തരം.
തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏത്? വേദാരണ്യം, വെല്ലൂർ, സേലം, തൂത്തുക്കുടി. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായത് വേദാരണ്യത്തിലാണ്. ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല ഏത്? വ്യാവസായിക രംഗം, കാർഷിക രംഗം, സിനിമ, കായികം. ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല ഏത്? കാർഷിക രംഗത്തിനാണ്. വേലകളിയുടെ ജന്മനാട് ഏത്? അമ്പലപ്പുഴ, ആറാട്ടുപുഴ, നൂറനാട്, കലവൂർ. വേലകളിയുടെ ജന്മനാട് ഏത്? അമ്പലപ്പുഴയാണ് ശരിയായ ഉത്തരം. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന സവിശേഷത എന്ത്? കുടമാറ്റം, താലപ്പൊലി, ചെണ്ട, പടക്കം. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന സവിശേഷതയാണ് കുടമാറ്റം. കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം ഏത്? മലമ്പുഴ, പറമ്പിക്കുളം, നെല്ലിയാമ്പതി, ദേവികുളം. കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനമാണ് മലമ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏത്? മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്. ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ലയാണ് മലപ്പുറം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഗംഗ, ബ്രഹ്മപുത്ര, കോസി, മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? അമ്പുകുത്തിമല, മുത്തങ്ങ, താമരശ്ശേരി, തിരുനെല്ലി. എവിടെയാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? അമ്പുകുത്തിമലയിലാണ്. സ്വന്തം തൂവൽ പൊടിച്ച് പൗഡർ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന പക്ഷി ഏത്? ഞാറ എന്ന പക്ഷിയാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? ഗ്രിലിൻ, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, പാരാതെർമോൺ. ഗ്രിലിൻ എന്ന ഹോർമോണാണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം ഏത്? ജീവകം ബി, ജീവകം എ, ജീവകം ഡി, ജീവകം കെ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം കെ. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹത്തെയാണ്? ചൊവ്വ, യുറാനസ്, ഭൂമി, വ്യാഴം. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഹരിയാനയിലെ പ്രധാന നൃത്തരൂപം ഏത്? സ്വാങ്, രാസലീല, നദി, കഥക്. ഹരിയാനയിലെ പ്രധാന നൃത്തരൂപമാണ് സ്വാങ്. റിയോ ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണം നേടിയ രാജ്യം ഏത്? അമേരിക്ക, ബ്രിട്ടൻ, ബ്രസീൽ, റഷ്യ. റിയോ ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ സ്വർണം നേടിയ രാജ്യമാണ് ബ്രസീൽ. ആസാമിൻ്റെ തലസ്ഥാനം ഏത്? ദിസ്പൂർ, ലക്നൗ, ഹൈദരാബാദ്, ഇറ്റാനഗർ. ആസാമിൻ്റെ തലസ്ഥാനം ഏത്? ദിസ്പൂറാണ് ആസാമിൻ്റെ തലസ്ഥാനം. കൂത്ത് എന്ന പദത്തിന് തമിഴിൽ അർത്ഥമെന്ത്? നൃത്തം, വേദി, കല, പാടവം. കൂത്ത് എന്ന പദത്തിന് തമിഴിൽ അർത്ഥം നൃത്തം എന്നാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കുമിളി, മാവേലിക്കര, ഓടനാട്, തോന്നയ്ക്കൽ. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുമിളി. ചിത്രശലഭത്തിൻ്റെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മാഗട്സ്, റിഗ്ലൈസ്, നിംഫ്,
കാറ്റർപില്ലർ. ചിത്രശലഭത്തിൻ്റെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് കാറ്റർപില്ലർ എന്നാണ്. തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എപ്പികൾച്ചർ, സെറികൾച്ചർ, റിഷ്യൂകൾച്ചർ, അഗ്രികൾച്ചർ. തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് എപ്പികൾച്ചർ എന്ന പേരിലാണ്. ശ്രവണപാളി, ശ്രവണപുടം മുതലായവ വ്യക്തമായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓട്ടോസ്കോപ്പ്, കാർഡിയോഗ്രാഫ്, തെർമോമീറ്റർ, കോണോഗ്രാഫ്. ഓട്ടോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. കാൽസ്യം കൂടുതലുള്ള ഭക്ഷണം ഏത്? പാൽ, മുട്ട, ഏത്തപ്പഴം, ഗോതമ്പ്. കാൽസ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥമാണ് പാൽ. ചിത്രശലഭങ്ങളുടെ മുഖ്യ ആഹാരം എന്ത്? പൂക്കളിലെ തേൻ, ചെറുപ്രാണി, സസ്യത്തിൻ്റെ നീര്, ഇലകൾ. ചിത്രശലഭങ്ങളുടെ മുഖ്യ ആഹാരമാണ് പൂക്കളിലെ തേൻ. ഏറ്റവും വലിയ ഇന്ത്യൻ മാൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ജെല്ലി ഫിഷ്, യാക്ക്, സാമ്പാർ, ചുറ്റികത്തലയൻ. സാമ്പാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നീളമുള്ള നാക്കുള്ള ജീവി ഏത്? നായ, പല്ലി, പച്ചിലപ്പാമ്പ്, മരയോന്ത്. നീളമുള്ള നാക്കുള്ള ജീവിയാണ് പച്ചിലപ്പാമ്പ്. ഇന്ത്യയിലെ ഒന്നാമത്തെ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആസാം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഇരവികുളം. ഇന്ത്യയിലെ ഒന്നാമത്തെ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. കേരളത്തിലെ വനങ്ങളുടെ മൊത്തം വിസ്തൃതി എത്രയാണ്? 10,500 ചതുരശ്ര കിലോമീറ്റർ, 12,400, 11,200, 15,300. 10,500 ചതുരശ്ര കിലോമീറ്ററാണ്. അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം കണ്ടുപിടിച്ചതാര്? ജെയിംസ് കുക്ക്, റോബർട്ട് ബോയൽ, ലൂയി പാസ്റ്റർ, ഓട്ടോ ഹാൻ. അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം കണ്ടുപിടിച്ചത് ജെയിംസ് കുക്കാണ്. റേഡിയോ കാർബണിൻ്റെ അണുഭാരം എത്രയാണ്? 14, 13, 15, 10. റേഡിയോ കാർബണിൻ്റെ അണുഭാരം എന്ന് പറയുന്നത് 14 ഏറ്റവും കുറവ് ക്രോമോസോമുകളുള്ള ജീവി ഏത്? അസ്കാരസ് വിര, എലി, പൂച്ച, പന്നി. ഏറ്റവും കുറവ് ക്രോമോസോമുകളുള്ള ജീവിയാണ് അസ്കാരസ് വിര. ഈഫൽ ഗോപുരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? പാരീസ്, ഫ്രാൻസ്, ബ്രിട്ടൻ, റോം. ഈഫൽ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് പാരീസിലാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ കീഴടങ്ങിയ രാജ്യം ഏത്? ഫ്രാൻസ്, റഷ്യ, ജപ്പാൻ, ചൈന. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ കീഴടങ്ങിയത് ജപ്പാനായിരുന്നു. ജ്യാമിതീയ രൂപങ്ങൾ ചിത്രകലയിൽ സന്നിവേശിപ്പിച്ച ചിത്രകാരൻ ആര്? പിക്കാസോ, മൈക്കലാഞ്ചലോ, പോൾ ഗോഗിൻ, ഡിയാനോ ലാവിഞ്ചി. പിക്കാസോ ആയിരുന്നു. ഇക്തിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മത്സ്യം, പക്ഷി, കൃഷി, കോശം. ഇക്തിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. സസ്യങ്ങളുടെ മൂലപ്രധാനമായ ഭാഗം ഏത്? തണ്ട്, തായ്വേര്, ഇല, പുഷ്പം. സസ്യങ്ങളുടെ മൂലപ്രധാനമായ ഭാഗമാണ് തായ്വേര്. പെൺമൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയാൻ എത്ര മാസമെടുക്കും? പെൺമൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയാൻ 2 മാസം ആണ് ആവശ്യം. കരിമ്പ് പുഷ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ത്? വിള കൂടുന്നു,
വിള കുറയുന്നു. നാമാവശേഷമാകുന്നു. രോഗം പരത്തുന്നു. വിള കുറയുന്നു. വന്ധ്യത പരിഹരിക്കാൻ ഉത്തമമായ ഔഷധ സസ്യമേത്? വന്ധ്യത പരിഹരിക്കാൻ ഉത്തമമായ ഔഷധ സസ്യമാണ് ബ്രഹ്മി. സഹാറ മരുഭൂമിയിൽ കണ്ടുവരുന്ന ഒരിനം ജീവിയേത്? ധ്രുവക്കരടി, സാൻഡ് പൂച്ച, സ്ലോത്ത്, പാണ്ട. സഹാറ മരുഭൂമിയിൽ കണ്ടുവരുന്ന ഒരിനം ജീവിയാണ് സാൻഡ് പൂച്ച. വിയർപ്പുൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത മൃഗമേത്? ഒട്ടകം, ആന, കഴുത, കരടി. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത മൃഗം ഏത്? ആനയാണ് ശരിയായ ഉത്തരം. മിസോറാമിൻ്റെ തലസ്ഥാനം ഏത്? സിംല, ജയ്പൂർ, ഷില്ലോങ്, ഐസ്വാൾ. മിസോറാമിൻ്റെ തലസ്ഥാനം ഏത്? മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാളാണ്. ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? തപസ് ചെയ്യുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, കടന്നു കാണുന്നവൻ, ചിന്തിക്കുന്നവൻ. ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം കടന്ന് കാണുന്നവൻ എന്നാണ്. ചൈനക്കാരുടെ ദേശീയ പുഷ്പം ഏത്? ലില്ലി, താമര, നാർസിസസ്, കോൺഫ്ലവർ. ചൈനക്കാരുടെ ദേശീയ പുഷ്പമാണ് നാർസിസസ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ വാസസ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെ? വൈറ്റ് ഹൗസ്, ബക്കിംഗ്ഹാം പാലസ്, എലിസി കൊട്ടാരം, ക്രെംലിൻ. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ വാസസ്ഥലം അറിയപ്പെടുന്നത് ബക്കിംഗ്ഹാം പാലസ് എന്നാണ്. ആദ്യമായി ദൂരദർശിനി കണ്ടെത്തിയ ഇറ്റലിക്കാരൻ ആര്? ഗലീലിയോ, റൂസോ, മുസോളിനി, ഹിറ്റ്ലർ. ആദ്യമായി ദൂരദർശിനി കണ്ടെത്തിയ ഇറ്റലിക്കാരനായിരുന്നു ഗലീലിയോ. 30 ദിവസങ്ങൾ മാത്രമുള്ള ഇംഗ്ലീഷ് മാസങ്ങളുടെ എണ്ണം എത്ര? 4, 5, 6, 3. 30 ദിവസങ്ങൾ മാത്രമുള്ള ഇംഗ്ലീഷ് മാസങ്ങളുടെ എണ്ണം 4 ആണ്. വളരെ ഉയരത്തിലുള്ള ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പൈറോമീറ്റർ, ലാക്കോമീറ്റർ, റേഡിയോമീറ്റർ, മാക് മീറ്റർ. പൈറോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. മോണയിലെ രക്തസ്രാവത്തിന് കാരണം ഏത് ജീവകത്തിൻ്റെ കുറവാണ്? ജീവകം സി, ജീവകം എ, ജീവകം ബി, ജീവകം ഇ. മോണയിലെ രക്തസ്രാവത്തിന് കാരണം ജീവകം സിയുടെ കുറവാണ്. സസ്യങ്ങളുടെ അസാധാരണ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഏത്? എഥിലീൻ, ഗിബുർലിൻ, ഫ്ലോറിജൻ, സൈറ്റോകിനിൻ. ഗിബുർലിൻ എന്ന ഹോർമോണാണ്. സസ്യങ്ങളുടെ നീറ്റുകക്കയിൽ ജലം ചേർത്ത് നിർമ്മിക്കുന്ന നിത്യോപയോഗ വസ്തു ഏതാ? ചുണ്ണാമ്പ്, തുരിശ്, അലക്കുകാരം, ഗന്ധകം. നീറ്റുകക്കയിൽ ജലം ചേർത്ത് നിർമ്മിക്കുന്ന നിത്യോപയോഗ വസ്തുവാണ് ചുണ്ണാമ്പ്. തെക്കേ അമേരിക്കയിലെ നീളം കൂടിയ നദിയുടെ പേരെന്ത്? വോൾഗ, പരാന, ലെന, സൈർ. തെക്കേ അമേരിക്കയിലെ നീളം കൂടിയ നദിയാണ് പരാന. എള്ളിലും വെള്ളരിയിലും ഉണ്ടാകുന്ന വൈറസ് രോഗമേതാ? ഫില്ലോഡി, ലിറ്റിൽ ലീഫ്, മെസോക്ക്, കുലവാട്ടം. എള്ളിലും വെള്ളരിയിലും ഉണ്ടാകുന്ന വൈറസ് രോഗമാണ് ഫില്ലോഡി. ഇലകളെ ശാഖയോടെ പൊഴിക്കുന്ന മരം ഏതാ? റെഡ്വുഡ്, തേക്ക്, പൈൻ, മഹാഗണി. റെഡ്വുഡാണ് ശരിയായ ഉത്തരം. സസ്യങ്ങൾക്ക് ഹൈഡ്രജൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്ന്, വായുവിൽ നിന്ന്, വേരുകളിൽ നിന്ന്, ജലത്തിൽ നിന്ന്. സസ്യങ്ങൾക്ക് ഹൈഡ്രജൻ ലഭിക്കുന്നത് ജലത്തിൽ നിന്നുമാണ്. കഫീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഏത്? കാപ്പി, ചായ, ജ്യൂസ്, മദ്യം.
കാപ്പിയിലാണ് കഫീൻ അടങ്ങിയിരിക്കുന്നത്. 1000 ഉപയോഗങ്ങളുള്ള വൃക്ഷം ഏത്? ആഞ്ഞിലി, പ്ലാവ്, തെങ്ങ്, കവുങ്ങ്. 1000 ഉപയോഗങ്ങളുള്ള വൃക്ഷമാണ് തെങ്ങ്. തലതിരിക്കാതെ തന്നെ അതിൻ്റെ പിൻഭാഗം കാണാൻ കഴിയുന്ന ജീവി ഏത്? തവള, പാമ്പ്, പല്ലി, മുതല. തലതിരിക്കാതെ തന്നെ അതിൻ്റെ പിൻഭാഗം കാണാൻ കഴിയുന്ന ജീവിയാണ് തവള. പുലിയുടെ ശാസ്ത്രീയ നാമം എന്ത്? ലിയോപാർഡസ്, കാപ്രാഹിർക്കസ്, നാജ നാജ, റാറ്റസ് റാറ്റസ്. പുലിയുടെ ശാസ്ത്രീയ നാമം ലിയോപാർഡസ് എന്നാണ്. ഡോഗ് ഫിഷ് എന്ന് വിളിക്കപ്പെടുന്ന മത്സ്യം ഏത്? മത്തി, അയല, സ്രാവ്, ചെമ്മീൻ. സ്രാവാണ് ഡോഗ് ഫിഷ് എന്ന് വിളിക്കപ്പെടുന്ന മത്സ്യം. വിസർജ്യ വസ്തുക്കൾ കലകളിൽ നിന്നും വിസർജനേന്ദ്രിയങ്ങളിലേക്ക് എത്തിക്കുന്ന പദാർത്ഥം ഏത്? രക്തം, ജലം, സിറം, പ്ലാസ്മ. വിസർജ്യ വസ്തുക്കൾ കലകളിൽ നിന്നും വിസർജനേന്ദ്രിയങ്ങളിൽ എത്തിക്കുന്ന പദാർത്ഥമാണ് രക്തം. ഹോമോ സാപ്പിയൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? വിവേകമുള്ള മനുഷ്യജീവി, പുരാതന മനുഷ്യൻ, മനുഷ്യക്കുരങ്ങ്, ആധുനിക മനുഷ്യൻ. വിവേകമുള്ള മനുഷ്യജീവി എന്നാണ് ഹോമോസാപ്പിയൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഇരയെ മണത്തു പിടിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? കാക്ക, കിവി, കുരുവി, മൈന. കിവിപ്പക്ഷിക്കാണ് ഇരയെ മണത്തു പിടിക്കാൻ കഴിവുള്ളത്. സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കുരങ്ങുകളുടെ പേരെന്ത്? ചിമ്പാൻസികൾ, സാപ്പിയൻസ്, ഗറില്ലകൾ, ഒറാൻഗുട്ടാൻ. സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കുരങ്ങുകളുടെ പേരാണ് ചിമ്പാൻസികൾ. പാകിസ്ഥാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? നന്ദാദേവി, അന്നപൂർണ, നംഗപ്രഭാത്, മകാലു. പാകിസ്ഥാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നംഗപ്രഭാത്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? മണ്ണാർക്കാട്, പാലക്കാട്, വയനാട്, ഇടുക്കി. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് കളി നടന്നതെവിടെ? തലശ്ശേരി, മണത്തണ, പേരാവൂർ. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് കളി നടന്നത് തലശ്ശേരിയിലായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ വാരികയുടെ പേരെന്ത്? മംഗളം, കേരളമിത്രം, ദീപിക, കലാകൗമുദി. കേരളമിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ വാരിക. ഏറ്റവും കുറഞ്ഞ ലവണത്വമുള്ള കടൽ ഏത്? ചാവുകടൽ, കാസ്പിയൻ കടൽ, മെഡിറ്ററേനിയൻ കടൽ, അറേബ്യൻ കടൽ. ഏറ്റവും കുറഞ്ഞ ലവണത്വമുള്ള കടലാണ് കാസ്പിയൻ കടൽ. കാറ്റാടി മില്ലുകളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യമേത്? തായ്ലൻഡ്, നെതർലാൻഡ്, പലസ്തീൻ, ജപ്പാൻ. കാറ്റാടി മില്ലുകളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് നെതർലാൻഡ്. ഉപ്പിട്ട ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വിഷാംശം ഉൽപ്പാദിപ്പിക്കുന്ന പാത്രം? ചെമ്പ്, മൺപാത്രം, സ്റ്റീൽ, ഓട്. ഉപ്പിട്ട ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വിഷാംശം ഉൽപ്പാദിപ്പിക്കുന്നത് ചെമ്പുപാത്രമാണ്. തേനിൽ എന്ത് ചേർത്ത് നോക്കിയാൽ മായമുണ്ടോയെന്നറിയാം? വെള്ളം, വെണ്ണ, തൈര്, പാല്. വെള്ളമാണ് ശരിയായ ഉത്തരം. നിന്നുകൊണ്ടുറങ്ങാൻ കഴിയുന്ന മൃഗമേത്? കുതിര, കഴുത, പശു, നായ. നിന്നുകൊണ്ടുറങ്ങാൻ കഴിയുന്ന മൃഗമാണ് കുതിര.
മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗമുണ്ടാകുന്ന അവയവം ഏത്? ശ്വാസകോശം, കരൾ, വൃക്ക, ആമാശയം. ശ്വാസകോശമാണ് ശരിയായ ഉത്തരം. വീട് നികുതി ഒഴിവാക്കിയ വിഭാഗം ഏത്? ഡോക്ടർ, അധ്യാപകൻ, വിമുക്തഭടൻ, ജയിൽപ്പുള്ളി. വിമുക്തഭടന്മാരുടെ. ഏറ്റവും കുറവ് അപകടങ്ങൾ ഏത് നിറത്തിലുള്ള വാഹനങ്ങൾക്കാണ്? വെള്ള, ചുമപ്പ്, കറുപ്പ്, കാപ്പി. വെള്ള നിറത്തിലുള്ള വാഹനങ്ങൾക്കാണ് കണ്ടുവരാറുള്ളത്. കുട്ടികൾ ജനിച്ചാൽ പണം നൽകുന്ന രാജ്യമേത്? റഷ്യ, ചൈന, ഭൂട്ടാൻ, സ്വീഡൻ. കുട്ടികൾ ജനിച്ചാൽ പണം നൽകുന്ന രാജ്യമാണ് റഷ്യ. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അലർജി വരുത്തുന്ന മത്സ്യമേത്? മത്തി, ആവോലി, അയല, കിളിമീൻ. അലർജി ഉണ്ടാക്കുന്ന മത്സ്യമാണ് അയല. ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നത്? ജ്യൂസ്, ചോക്ലേറ്റ്, ലഡു, നാരങ്ങാ വെള്ളം. ടെൻഷൻ കുറയ്ക്കാൻ ചോക്ലേറ്റ് അത്യുത്തമമാണ്. ദേവന്മാരുടെ പഴം എന്ന് വിശേഷിപ്പിക്കുന്നത്? മാങ്ങാപ്പഴം, ചക്കപ്പഴം, കൈതച്ചക്കപ്പഴം, ആപ്പിൾ പഴം. ദേവന്മാരുടെ പഴം എന്ന് വിശേഷിപ്പിക്കുന്നത് മാങ്ങാപ്പഴത്തിനെയാണ്. മൈഗ്രെയിൻ കൂട്ടുന്ന ഭക്ഷണം ഏത്? വൈൻ, ജ്യൂസ്, തേൻ, പാൽ. മൈഗ്രെയിൻ കൂട്ടുന്ന ഭക്ഷണമാണ് വൈൻ. കൂടുതൽ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന പഴം ഏത്? സപ്പോട്ട, റംബുട്ടാൻ, ലിച്ചി. ലിച്ചി കൂടുതൽ കഴിക്കാൻ പാടില്ല. സ്കൂൾ യൂണിഫോം നിർബന്ധമാക്കാത്ത രാജ്യമേത്? ജപ്പാൻ, അമേരിക്ക, ബ്രസീൽ, കൊറിയ. ബ്രസീലിലാണ് സ്കൂൾ യൂണിഫോം നിർബന്ധം. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? സി, ഇ, എഫ്, കെ. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുന്നത് ഇ ആണ്. ഏറ്റവും കൂടുതൽ പല്ലുകൾ കാണപ്പെടുന്ന ജീവി ഏത്? പല്ലി, ഒച്ച്, പാറ്റ, ഉറുമ്പ്. ഏറ്റവും കൂടുതൽ പല്ലുകൾ കാണപ്പെടുന്ന ജീവി ഒച്ചാണ്. മനുഷ്യ ശരീരത്തിൽ ആസിഡിന്റെ സാന്നിധ്യമുള്ള ശരീരഭാഗം ഏത്? വയർ, വായ, കുടൽ, ആമാശയം. മനുഷ്യ ശരീരത്തിൽ ആസിഡിന്റെ സാന്നിധ്യമുള്ള ശരീരഭാഗം വയറാണ്. ഏത് മൃഗത്തെ കൊന്നാലാണ് ശ്രീലങ്കയിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത്? ആന, പശു, പൂച്ച, മാൻ. ഉത്തരം ആനയാണ്. ചിലന്തികൾ എത്ര നാൾ വരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും? 10 വർഷം, 3 വർഷം, 2 വർഷം, 5 വർഷം. ചിലന്തികൾ സാധാരണയായി 10 വർഷം വരെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കും. കൊടുങ്കാറ്റ് വരുന്നതിന് മുന്നേ മനസ്സിലാക്കാൻ കഴിവുള്ള ജീവി ഏത്? മത്സ്യം, ആന, നായ, മുതല. കൊടുങ്കാറ്റ് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ മനസ്സിലാക്കാൻ കഴിവുള്ള ജീവിയാണ് മത്സ്യം. വൃത്തിയില്ലാത്ത പുരുഷ ലക്ഷണം ഏത് ശരീരഭാഗം കൊണ്ട് മനസ്സിലാക്കാം? പാദം, ചുണ്ട്, നഖം, കഴുത്ത്. വൃത്തിയില്ലാത്ത പുരുഷ ലക്ഷണം പാദം കൊണ്ട് മനസ്സിലാക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദേശാടനം ചെയ്യുന്ന ജീവി ഏത്? പരുന്ത്, ചെന്നായകൾ, പക്ഷികൾ, ഞണ്ടുകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദേശാടനം ചെയ്യുന്ന ജീവി ഞണ്ടുകളാണ്. കിണറിലെ വെള്ളത്തിനെ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്ന ഇല ഏത്?
റബ്ബറില, ശീമക്കൊന്ന, മുരിങ്ങയില, തെങ്ങോല. കിണറ്റിലെ വെള്ളത്തിനെ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്ന ഇല ശീമക്കൊന്നയുടെ ഇലയാണ്. സൂര്യൻ്റെ യഥാർത്ഥത്തിലുള്ള നിറം എന്ത്? പച്ച, വെള്ള, മഞ്ഞ, ഓറഞ്ച്. സൂര്യൻ്റെ യഥാർത്ഥത്തിലുള്ള നിറം വെള്ള നിറമാണ്. കൂടുതൽ കഴിച്ചാൽ ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമാകുന്ന പലഹാരം ഏത്? കേക്ക്, ബിസ്ക്കറ്റ്, ഹൽവ, ചിപ്സ്. കൂടുതൽ കഴിച്ചാൽ ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമായേക്കാവുന്ന പലഹാരമാണ് ചിപ്സ്. പാമ്പ് കടിച്ചാലുള്ള ആദ്യത്തെ ലക്ഷണം എന്താണ്? പെട്ടെന്നുള്ള വിശപ്പ്, മുറിവ്, അമിതദാഹം, വായിൽ പത. പാമ്പ് കടിച്ചാലുള്ള ആദ്യത്തെ ലക്ഷണമാണ് മുറിവ്. ആദ്യം സൂര്യൻ ഉദിക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്നത്? സമോവ, ജപ്പാൻ, സ്വീഡൻ, മൗറീഷ്യസ്. ആദ്യം സൂര്യൻ ഉദിക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്നത് സമോവയാണ്. ആരിലാണ് ന്യൂമോണിയ കൂടുതലായി ബാധിക്കുന്നത്? പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ. ഏറ്റവും കൂടുതൽ ന്യൂമോണിയ ബാധിക്കുന്നത് കുട്ടികളിലാണ്. സോഡിയത്തിൻ്റെ അളവ് കുറവ് മൂലം തകരാറിലാകുന്ന അവയവം? കരൾ, ശ്വാസകോശം, തലച്ചോറ്, കണ്ണ്. സോഡിയത്തിൻ്റെ അളവ് കുറവ് മൂലം തകരാറിലാകുന്ന അവയവമാണ് തലച്ചോറ്. പ്രധാനമന്ത്രിമാർ ഇതുവരെ കാലാവധി പൂർത്തിയാക്കാത്ത രാജ്യം ഏത്? ക്രൊയേഷ്യ, പാകിസ്ഥാൻ, കൊറിയ, ചൈന. പ്രധാനമന്ത്രിമാർ ഇതുവരെ കാലാവധി പൂർത്തിയാക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. 5 ഗ്ലാസ്സിൽ കൂടുതൽ കഴിച്ചാൽ വൃക്ക തകരാറിലാകുന്ന പാനീയം ഏത്? കാപ്പി, കട്ടൻ ചായ, ഗ്രീൻ ടീ, ഇളനീർ. 5 ഗ്ലാസ്സിലും കൂടുതൽ കഴിച്ചാൽ വൃക്ക തകരാറിലാക്കുന്ന പാനീയമാണ് കാപ്പി. ഏതിൻ്റെ ഇലയിലാണ് സയനൈഡിൻ്റെ അംശം കാണപ്പെടുന്നത്? കപ്പയില, ചേമ്പില, മുളകില, പ്ലാവിൻ്റെ ഇല. ഏറ്റവും കൂടുതൽ സയനൈഡിൻ്റെ അംശം കാണപ്പെടുന്നത് കപ്പയുടെ ഇലയിലാണ്. ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ ഏത്? സൂര്യകാന്തി, കടുകെണ്ണ, പാം ഓയിൽ, ഒലീവ് ഓയിൽ. ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ ഒലീവ് ഓയിലാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത് കൊണ്ട് കുറയുന്ന രോഗം? പൈൽസ്, അസിഡിറ്റി, അൾസർ, പ്രമേഹം. രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത് കൊണ്ട് കുറയുന്ന രോഗമാണ് അസിഡിറ്റി. തൊണ്ടവേദന വർദ്ധിപ്പിക്കുന്ന ആഹാരം ഏത്? വെണ്ണ, നട്ട്സ്, കാപ്പി, ചോറ്. തൊണ്ടവേദന വർദ്ധിപ്പിക്കുന്ന ആഹാരമാണ് നട്ട്സ്. നാവിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവി ഏത്? ആന, വണ്ട്, തേനീച്ച, പാമ്പ്. നാവിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവിയാണ് പാമ്പ്. ഫ്രിഡ്ജിൽ വച്ചാൽ സ്വാഭാവികമായുള്ള രുചി പോകുന്ന പച്ചക്കറി ഏത്? സവോള, പാവയ്ക്ക, തക്കാളി, വെണ്ട. ഫ്രിഡ്ജിൽ വച്ചാൽ സ്വാഭാവികമായുള്ള രുചി പോകുന്ന പച്ചക്കറിയാണ് തക്കാളി. രണ്ടാമതും ചൂടാക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിന് വരെ സാധ്യതയുള്ളത്? കാപ്പി, ചോറ്, എണ്ണ, ചായ. രണ്ടാമതും ചൂടാക്കി കഴിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിന് വരെ സാധ്യതയുള്ളത് എണ്ണയാണ്. മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം ഏത്? ആത്തയ്ക്ക, പേരയ്ക്ക, ഞാവൽ, ചെറിപ്പഴം. മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിവുള്ള പഴമാണ് പേരയ്ക്ക. മറവി ഏറ്റവും കുറയ്ക്കുന്ന ഭക്ഷണം ഏത്? ഇഞ്ചി, കൂൺ, പാൽ, ഏലം. മറവി ഏറ്റവും കുറയ്ക്കുന്ന ഭക്ഷണം കൂണാണ്. എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത്? എണ്ണ, ഷാംപൂ, സോപ്പ് ഇവയെല്ലാം.
എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് മുടികൊഴിച്ചിൽ കൂടുതലായി ഉണ്ടാകുന്നത്? സോപ്പ്. കപ്പയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് എന്ത്? പാൽ, ചിക്കൻ, മുന്തിരി, ബിയർ. കപ്പയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് പാലാണ്. ഇന്ത്യയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാധനം? സോപ്പ്, ഫോൺ, മുട്ട, റബ്ബർ. ഇന്ത്യയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത് മുട്ടയാണ്. കുളിച്ചാലും അണുക്കൾ പോകാത്ത ഭാഗം ഏത്? പൊക്കിൾ, ചെവി, വായ, നഖം. കുളിച്ചാലും അണുക്കൾ പോകാത്ത ശരീരഭാഗമാണ് പൊക്കിൾ. സൗരയൂഥത്തിലെ ഹരിതഗ്രഹം എന്നറിയപ്പെടുന്നത്? ശുക്രൻ, ബുധൻ, നെപ്റ്റ്യൂൺ, യുറാനസ്. സൗരയൂഥത്തിലെ ഹരിതഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. പല്ലുകൾ ഗന്ധമറിയാൻ ഉപയോഗിക്കുന്ന അവയവം ഏത്? വാൽ, നാവ്, കണ്ണ്, മൂക്ക്. പല്ലുകൾ ഗന്ധമറിയാൻ ഉപയോഗിക്കുന്ന അവയവമാണ് അതിൻ്റെ നാവ്. സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത്? ക്യാൻസർ, അറ്റാക്ക്, BP, പക്ഷാഘാതം. സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്ക് വരാൻ സാധ്യതയുള്ള രോഗം അറ്റാക്കാണ്. രാത്രിയിൽ ധരിക്കാൻ അനുയോജ്യമായ വസ്ത്രം ഏത്? കോട്ടൺ, സിൽക്ക്, പോളിസ്റ്റർ, ജീൻസ്. രാത്രിയിൽ ധരിക്കാൻ അനുയോജ്യമായ വസ്ത്രമാണ് കോട്ടൺ. ബബിൾഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പഴം ഏത്? സപ്പോട്ട, ആപ്പിൾ, മുന്തിരി, നാരങ്ങ. ബബിൾഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പഴമാണ് സപ്പോട്ട. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി തൈകൾ കൊണ്ടുവന്നത്? ഡച്ചുകാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി തൈകൾ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരായിരുന്നു. വലിയ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹം ഏത്? ബുധൻ, ശനി, വ്യാഴം, ചൊവ്വ. വലിയ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ചുമയുടെ മരുന്നിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്തത് എന്ത്? നാരങ്ങാവെള്ളം, മുന്തിരി ജ്യൂസ്, പാൽ, തേൻ. ചുമയുടെ മരുന്നിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്ത പാനീയമാണ് നാരങ്ങാവെള്ളം. ഇടിമിന്നൽ കൂടുതൽ വലിച്ചെടുക്കുന്ന മരം ഏത്? ഓക്ക്, തേക്ക്, തെങ്ങ്, പന. ഇടിമിന്നൽ കൂടുതൽ വലിച്ചെടുക്കുന്ന മരം ആണ് ഓക്ക് മരം. തക്കാളിയിലെ കെമിക്കൽ തിരിച്ചറിയുന്നത് എങ്ങനെ? മഞ്ഞക്കുത്ത്, നീലവര, വെള്ളവര, പച്ചവര. തക്കാളിയിലെ കെമിക്കൽ തിരിച്ചറിയുന്നത് അതിൻ്റെ ചുറ്റിലും വെള്ളവരകൾ ഉണ്ടാകുമ്പോഴാണ്. പനി വന്നാൽ കഴിക്കാൻ പാടില്ലാത്തത് എന്ത്? കേക്ക്, ചിക്കൻ, റൊട്ടി, ജിലേബി. പനി വന്നാൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് കേക്ക്. ചതുരാകൃതിയിലുള്ള കൃഷ്ണമണി കാണപ്പെടുന്നത് ഏത് ജീവിക്കാണ്? പുള്ളിമാൻ, പൂച്ച, നീരാളി, ചെന്നായ. കണ്ണിലെ കൃഷ്ണമണി ചതുരാകൃതിയിൽ കാണപ്പെടുന്നത് നീരാളിക്കാണ്. BP കൂട്ടുന്ന ഇറച്ചി ഏത്? ചിക്കൻ, പന്നി, മട്ടൺ, ബീഫ്. BP കൂട്ടുന്ന മാംസ്യം ബീഫാണ്. തുരുമ്പിച്ച ഗ്രഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ബുധൻ. തുരുമ്പിച്ച ഗ്രഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചത് ഏത് മൃഗത്തിനാണ്? പൂച്ച, കടുവ, നായ, ആന. ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ച മൃഗമാണ് കടുവ.
വരണ്ട ചർമ്മത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏത്? പാല്, തൈര്, മല്ലി, മുട്ട. വരണ്ട ചർമ്മത്തിന് ഏറ്റവും നല്ല ഭക്ഷണം തൈരാണ്. KL-12 എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കണ്ണൂർ, വയനാട്, ആലപ്പുഴ, കൊല്ലം. KL-12 എന്നറിയപ്പെടുന്ന ജില്ല വയനാട് ജില്ലയാണ്. കൂടുതൽ കഴിച്ചാൽ ഓർമ്മശക്തി വരെ നഷ്ടപ്പെടുത്തുന്ന പച്ചക്കറി ഏത്? മുളക്, ഉള്ളി, വെള്ളരി, ബീൻസ്. കൂടുതൽ കഴിക്കുന്നത് മൂലം ഓർമ്മശക്തി നഷ്ടപ്പെട്ടേക്കാവുന്ന പച്ചക്കറിയാണ് മുളക്. ആത്മഹത്യാ മരം എന്ന് വിളിപ്പേരുള്ള മരം ഏത്? പ്ലാവ്, ഒതളം, മാവ്, കൊന്ന. ആത്മഹത്യാ മരം എന്ന വിളിപ്പേരുള്ള മരമാണ് ഒതളം. വൈനിന് ഏറ്റവും വിലക്കുറവുള്ള രാജ്യം ഏത്? ചൈന, അമേരിക്ക, ഓസ്ട്രേലിയ, നേപ്പാൾ. വൈനിന് ഏറ്റവും വിലക്കുറവുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. മഴവില്ലിൻ്റെ ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറം ഏത്? ചുവപ്പ്, ഓറഞ്ച്, വയലറ്റ്, പച്ച. മഴവില്ലിൻ്റെ ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറമാണ് വയലറ്റ്. ശവക്കുഴികൾക്ക് ചുറ്റും റെസ്റ്റോറൻറ്റുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്, തെലുങ്കാന, കാശ്മീർ, തമിഴ്നാട്. ശവക്കുഴികൾക്ക് ചുറ്റും റെസ്റ്റോറൻറ്റുകൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്ന മരം ഏത്? വില്ലോ, ഈട്ടി, മുരിക്ക്, പന. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം ആണ് വില്ലോ. ദൈവത്തിൻ്റെ ആഹാരം എന്ന് വിശേഷിക്കപ്പെടുന്നത്? മത്സ്യം, മാംസ്യം, തൈര്, മഞ്ഞൾ. ദൈവത്തിൻ്റെ ആഹാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മഞ്ഞൾ ആണ്. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് നിലകൊള്ളുന്നത് എവിടെ? ന്യൂയോർക്ക്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, മലേഷ്യ. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് നിലകൊള്ളുന്നത് അന്റാർട്ടിക്കയിലാണ്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേയൊരു നദി ഏത്? നർമ്മദ, ഗംഗ, ലൂണി, കാവേരി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേയൊരു നദിയാണ് ലൂണി. തലസ്ഥാനം ഇല്ലാത്ത ഒരേയൊരു രാജ്യം ഏത്? നൗറു, ചൈന, പെറു, ഉഗാണ്ട. തലസ്ഥാനം ഇല്ലാത്ത ഒരേയൊരു രാജ്യമാണ് നൗറു. കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? നിലമ്പൂർ, പൊന്നാനി, നെല്ലിയാമ്പതി, പെരിന്തൽമണ്ണ. കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? 1984, 1986, 1988, 1990. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏത്? മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലയിലായിരുന്നു. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ലക്കിടി, ബത്തേരി, നെടുംപൊയി, പേരിയ. വയനാടിൻ്റെ കവാടം എന്ന വിശേഷപ്പേരുള്ള സ്ഥലമാണ് ലക്കിടി. കബീർ സമ്മാനം ലഭിച്ച മലയാള കവി ആരാണ്? ഡോക്ടർ അയ്യപ്പ പണിക്കർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, പി. ഭാസ്കരൻ, ജി. ശങ്കരക്കുറുപ്പ്. കബീർ സമ്മാനം ലഭിച്ച ആദ്യ മലയാള കവിയായിരുന്നു ഡോക്ടർ അയ്യപ്പ പണിക്കർ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 5, മെയ് 1, ജൂൺ 26, ജൂലൈ 19. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് ജൂൺ 26-നായിരുന്നു. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്?
അയർലൻഡ്, ഓസ്ട്രേലിയ, ബഹ്റിൻ, ജമൈക്ക. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് അയർലൻഡ്. ഒരു സെന്റ് ഭൂമിയുടെ അളവ് എത്ര ചതുരശ്ര മീറ്ററാണ്? 30 ചതുരശ്ര മീറ്റർ, 40 ചതുരശ്ര മീറ്റർ, 50 ചതുരശ്ര മീറ്റർ, 80 ചതുരശ്ര മീറ്റർ. ഒരു സെന്റ് ഭൂമി എന്ന് പറയുന്നത് 40 ചതുരശ്ര മീറ്റർ ആണ്. വൈറ്റൽ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവയവം ഏത്? വൃക്ക, ഹൃദയം, ശ്വാസകോശം, തലച്ചോറ്. വൈറ്റൽ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവയവമാണ് ശ്വാസകോശം. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? സിറോസിസ്, യുറീമിയ, ഹെപ്പറ്റൈറ്റിസ്, ഗിൽബുമിൻ. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് യുറീമിയ. അൽബേനിയയുടെ ദേശീയ വൃക്ഷം ഏത്? ഒലിവ്, മഹാഗണി, ഓക്ക്, പൈൻ. അൽബേനിയയുടെ ദേശീയ വൃക്ഷമാണ് ഒലിവ്. ഗാന്ധിജി ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1918, 1920, 1923, 1925. ഗാന്ധിജി ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920 മൈസൂർ കടവ എന്നറിയപ്പെടുന്ന മഹാനാര്? ടിപ്പു സുൽത്താൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ദാദാഭായ് നവറോജി, ലാൽ ബഹദൂർ ശാസ്ത്രി. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. ഇന്ത്യയിലെ കത്തീഡ്രൽ നഗരം എന്നറിയപ്പെടുന്നത്? ഭുവനേശ്വർ, കട്ടക്, ഗോവ, ജനീവ. ഇന്ത്യയിലെ കത്തീഡ്രൽ നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വരാണ്. ഒറീസയിലെ ക്ലാസിക് നൃത്തരൂപം ഏത്? ഒഡീസി, കുമാവോൺ, കഥക്, വിദസിയ. ഒറീസയിലെ ക്ലാസിക് നൃത്തരൂപമാണ് ഒഡീസി. ഗോവയിലെ മുഖ്യ വ്യവസായം എന്ത്? വിനോദസഞ്ചാരം, സിമന്റ് നിർമ്മാണം, മത്സ്യബന്ധനം, തുണി വ്യവസായം. ഗോവയിലെ മുഖ്യ വ്യവസായമായിരുന്നു വിനോദസഞ്ചാരം. കാഞ്ചൻഗംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സിക്കിം, ആസാം, മണിപ്പൂർ, രാജസ്ഥാൻ. കാഞ്ചൻഗംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏത്? ഗയ, ലങ്ക, വാരണാസി, പാടലീപുത്രം. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ഗയയായിരുന്നു. മഹാവീരൻ സമാധി അടഞ്ഞ സ്ഥലം ഏത്? ശിവഗിരി, പവപുരി, നീലഗിരി, നസ്രാം. മഹാവീരൻ സമാധി അടഞ്ഞ സ്ഥലം പവപുരിയായിരുന്നു. ത്രിവേണി സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന കന്യാകുമാരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. ത്രിവേണി സംഗമസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. ഹംപി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഗോവ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക. ഹംപി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. EMS അന്തരിച്ച വർഷം ഏത്? 1990, 1992, 1998, 1999. EMS അന്തരിച്ച വർഷം അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ സ്ഥിരമായ സ്റ്റേഷൻ ഏത്? മൈത്രി, ചൈത്രം, ഷെറിയ, വാദിഷി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ സ്ഥിരമായ സ്റ്റേഷനാണ് മൈത്രി. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ, പഞ്ചാബ്, ഒഡീഷ, ഹരിയാന. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്.
മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? സരോജിനി നായിഡു, മദർ തെരേസ, അമൃത ദേവി, നന്ദിനി ചൗഹാൻ. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസയായിരുന്നു. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമേത്? ബദരിനാഥ്, കേദാർനാഥ്, ദർബാദ്, കാഞ്ചി. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ബദരിനാഥ്. പരുത്തിത്തുണി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏത്? ഷോളാപൂർ, ലത്തൂർ, നന്ദൂർബാർ, സാംബാജി നഗർ. ഷോളാപൂറാണ് ശരിയായ ഉത്തരം. പഞ്ചാബിൻ്റെ സംസ്ഥാന വൃക്ഷം ഏത്? ശീശം, പൈൻ, ഒലീവ്, ദേവദാരു. പഞ്ചാബിൻ്റെ സംസ്ഥാന വൃക്ഷം ഏത്? ശീശമാണ് ശരിയായ ഉത്തരം. 1000 നക്ഷത്രങ്ങളുടെ നഗരം എന്ന് പറയുന്ന സ്ഥലം ഏത്? ശിവകാശി, തഞ്ചാവൂർ, പളനി, പാടലീപുത്രം. 1000 നക്ഷത്രങ്ങളുടെ നഗരം എന്ന് പറയുന്ന സ്ഥലമാണ് തഞ്ചാവൂർ. കഴുകൻ ദേശീയ പക്ഷിയായിട്ടുള്ള രാജ്യം ഏത്? ഫ്രാൻസ്, നേപ്പാൾ, ജർമ്മനി, മലേഷ്യ. കഴുകൻ ദേശീയ പക്ഷിയായിട്ടുള്ള രാജ്യമാണ് ജർമ്മനി. നീറ്റുകക്കയിൽ ജലം ചേർത്ത് നിർമ്മിക്കുന്ന നിത്യോപയോഗ വസ്തു ഏത്? ചുണ്ണാമ്പ്, തുരിശ്, അലക്കുകാരം, ഗന്ധകം. നീറ്റുകക്കയിൽ ജലം ചേർത്ത് നിർമ്മിക്കുന്ന നിത്യോപയോഗ വസ്തുവാണ് ചുണ്ണാമ്പ്. തെക്കേ അമേരിക്കയിലെ നീളം കൂടിയ നദിയുടെ പേരെന്ത്? വോൾഗ, പരാന, ലെന, സൈർ. തെക്കേ അമേരിക്കയിലെ നീളം കൂടിയ നദിയുടെ പേരാണ് പരാന. എള്ളിലും വെള്ളരിയിലും ഉണ്ടാകുന്ന വൈറസ് രോഗം ഏത്? ഫില്ലോഡി, ലിറ്റിൽ ലീഫ്, മൊസൈക്ക്, കുലവാട്ടം. എള്ളിലും വെള്ളരിയിലും ഉണ്ടാകുന്ന വൈറസ് രോഗമാണ് ഫില്ലോഡി. ഇലകളെ ശാഖയോടെ പൊഴിക്കുന്ന മരം ഏത്? റെഡ്വുഡ്, തേക്ക്, പൈൻ, മഹാഗണി. ഇലകളെ ശാഖയോടെ പൊഴിക്കുന്ന മരമാണ് റെഡ്വുഡ്. സസ്യങ്ങൾക്ക് ഹൈഡ്രജൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്ന്, വായുവിൽ നിന്ന്, വേരുകളിൽ നിന്ന്, ജലത്തിൽ നിന്ന്. സസ്യങ്ങൾക്ക് ആവശ്യമായ ഹൈഡ്രജൻ ലഭിക്കുന്നത് ജലത്തിൽ നിന്നുമാണ്. കഫീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഏത്? കാപ്പി, ചായ, ജ്യൂസ്, മദ്യം. കഫീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഏത്? കാപ്പിയിലാണ് കഫീൻ അടങ്ങിയിരിക്കുന്നത്. 1000 ഉപയോഗങ്ങളുള്ള വൃക്ഷം ഏത്? ആഞ്ഞിലി, പ്ലാവ്, തെങ്ങ്, കമുക്. 1000 ഉപയോഗങ്ങളുള്ള വൃക്ഷം എന്ന് പറയുന്ന മരം ആണ് തെങ്ങ്. തലതിരിക്കാതെ തന്നെ അതിൻ്റെ പിൻഭാഗം കാണാൻ കഴിയുന്ന ജീവി ഏത്? തവള, പാമ്പ്, പല്ലി, മുതല. തലതിരിക്കാതെ തന്നെ അതിൻ്റെ പിൻഭാഗം കാണാൻ കഴിയുന്ന ജീവിയാണ് തവള. പുലിയുടെ ശാസ്ത്രീയ നാമം എന്ത്? ലിയോപാർഡസ്, കാപ്രഹിർസ്കസ്, നാജ നാജ, റാറ്റസ് റാറ്റസ്. പുലിയുടെ ശാസ്ത്രീയ നാമം എന്ത്? ലിയോപാർഡസ് എന്നാണ്. ഡോഗ് ഫിഷ് എന്ന് വിളിക്കപ്പെടുന്ന മത്സ്യം ഏത്? മത്തി, അയല, സ്രാവ്, ചെമ്മീൻ. ഡോഗ് ഫിഷ് എന്ന് വിളിക്കപ്പെടുന്ന മത്സ്യമാണ് സ്രാവ്. ലൈംഗിക വേളയിൽ സ്ത്രീകൾ തൃപ്തരാണ് എന്നതിൻ്റെ ലക്ഷണം? അമർത്തിപ്പിടിക്കും, ശബ്ദമുണ്ടാക്കും, ചുണ്ടുകൾ കടിക്കും, ഇവയെല്ലാം. ലൈംഗിക വേളയിൽ സ്ത്രീകൾ തൃപ്തരാണ് എന്നതിൻ്റെ ലക്ഷണം ഇവ എല്ലാമാണ്.